എല്ലാ കുട്ടികൾക്കും മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ പഠിച്ചു തുടങ്ങുന്ന സമയമാണ്. പല എൻട്രൻസുകളും നമ്മുടെ മുന്നിലുണ്ട്. ഇവനെല്ലാം നമുക്കൊന്ന് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തിരി പണിപ്പെടണം. നമ്മുടെ +2 ലെവലിൽ നിന്നുകൊണ്ട് മാത്രം പറ്റില്ല. നല്ല പോലെ മീൻസ് +2വിനേക്കാളൊക്കെ നല്ല ഹയർ ലെവലിൽ നിന്നുകൊണ്ട് അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ചെയ്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇത്തിരി ലേശം ബുദ്ധിമുട്ടുന്നത് നല്ലതായിരിക്കും. എന്നെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനം കിട്ടുള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാത്തതാണ്. നമ്മുടെ സ്റ്റാർട്ടിംഗ് ഒക്കെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസുകളാണ്. നമ്മളിങ്ങനെ പിടിച്ച് പതുക്കെ അങ്ങോട്ട് കയറി അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ടഫായിട്ടുള്ളതിനെയൊക്കെ ചെയ്യാനും പഠിക്കണം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കയറാം. സോൾവ് ഫോർ എക്സ് ഇഫ് ലോഗ് x² - 4 ബേസ് 2 > 5. ഈ ഇക്വേഷൻ എന്നുള്ള ഇൻഇക്വാലിറ്റിയിൽ നിന്നും എക്സിൻ്റെ വില കണ്ടുപിടിക്കണം. മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യനൊക്കെ അപ്പോഴത്തേക്കൊന്ന് വായിച്ച് വെച്ചേക്കണം. നിങ്ങൾ ഏത് ടോപ്പിക്കിലാണെന്നൊക്കെ ഒന്ന് തിരിച്ചറിയാൻ പറ്റും. സിമ്പിൾ മെത്തേഡാണ് പഠിപ്പിക്കാൻ പോകുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ആദ്യം ക്വസ്റ്റ്യൻ അങ്ങോട്ട് എടുത്ത് എഴുതുക. ഈ ലോഗൊക്കെയാണ് ഇവിടുത്തെ ഒരു പുതിയ അല്ലേ, ലോഗിനെയൊക്കെ നമുക്ക് കളയാൻ പറ്റും, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ എഴുതി. ലോഗ് ഓഫ് x² - 4 to the base 2 > 5. ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങോട്ട് എഴുതി. നെക്സ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഈ ലോഗിനെ കളയാനുള്ള വഴി ആദ്യം പഠിക്കണേ, ശ്രദ്ധിച്ചോണം. ലോഗ് a to the base b = c ഇങ്ങനൊരു സ്റ്റെപ്പ് കിടക്കുവാണെങ്കിൽ ലോഗിനെ ഇല്ലാതാക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ദിസ് a ഈസ് ഈക്വൽ ടു ഇവനെ അങ്ങോട്ട് എന്ന് b⁻c എന്നായിട്ട് മാറും. ഓക്കെ, ഇങ്ങനെ ലോഗിനെ ഇല്ലാതാക്കുന്ന പണി മീൻസ് നമ്മുടെ എക്സ്പോണൻഷ്യൽ ഫോമിലോട്ട് മാറ്റാമെന്നർത്ഥം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലോഗ് x² - 4 to the base 2 > 5 ക്യാൻ ബി റിട്ടൺ ആസ് എളുപ്പം ഒന്ന് മനസ്സിൽ വിചാരിച്ചേ, ഇത് a, ഇത് b, ഇത് c. അങ്ങനെയാണെങ്കിൽ a ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എന്ത് വരും? x² - 4 > 2⁵. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, 2⁵. അവിടുന്ന് x² - 4 > 2⁵ ഈസ് 32 or x² > 36 എന്ന് കിട്ടും. ശരിയാണോ? x² - 4 > 32 അല്ലെങ്കിൽ ഇപ്പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ x² > 36 അല്ല, or x² - 36 > 0 or x + 6 × x - 6 ആരെന്ന് കിട്ടി? 0. ഓക്കെ, ഫാക്ടറൈസ് ചെയ്തു. a² - b² a + b × a - b. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു നമ്പർ ലൈൻ വരച്ചോണേ. നമ്പർ ലൈൻ വെച്ചിട്ട് x + 6 അല്ലേ, ഇയാളെ നമ്മൾ 0 നിൽക്കേറ്റ് ചെയ്യുമ്പോൾ x എത്ര കിട്ടും മോനെ? -6. നെക്സ്റ്റ് ഇയാളെ നമ്മൾ 0 നിൽക്കേറ്റ് ചെയ്യുമ്പോൾ x എത്രയാണ്? 6. ഇതാണ് നമ്മുടെ പോയിന്റ്സുകൾ. ഇത് +∞, ഇത് -∞. ഓക്കെ, നമുക്ക് > 0 അല്ലേ വേണ്ടത്? > 0 എവിടേക്കാവും നോക്കാം. ഇത് ഒരു ഇൻ്റർവെൽ, ഇത് മറ്റൊരു ഇൻ്റർവെൽ, ഇത് അങ്ങനെ 3 ഇൻ്റർവെൽസ് ഉണ്ട്. ഇവിടെ എവിടേക്കാണ് > 0? ദാറ്റ് മീൻസ് പോസിറ്റീവ്. നിങ്ങൾ നോക്കിക്കേ, എക്സിൻ്റെ വാല്യൂ ഇങ്ങോട്ട് പോകുന്നതോടെ എന്താണ്? കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ -6നേക്കാൾ കുറവ്. ഇവിടെ എന്ന് പറഞ്ഞാൽ -6നും +6നും ഇടയ്ക്ക്. ഇവിടെ എവിടേക്കാണ് പോസിറ്റീവ് ആകുന്നത്? വാല്യൂസുകൾ കൊടുത്താൽ. നമുക്ക് അതിന് പല വഴികളുണ്ട്. ഇപ്പുറത്തണ്ട് ഈ ഇൻ്റർവെല്ലിനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാണ് വരും? 7 വരും, 8 വരും, 9 വരും അല്ലേ, 6നേക്കാളും കൂടുതൽ. അപ്പോൾ 7 എടുക്കാം. 7 എന്ന് ഇവിടെ നിന്ന് കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 7 + 6 പോസിറ്റീവാണ്. 7 - 6 1 പോസിറ്റീവാണ്. അപ്പോൾ രണ്ടും പോസിറ്റീവാണ്. ഇൻറ്റു ചെയ്താലും പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? പോസിറ്റീവ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. ഓൾട്ടർനേറ്റ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് പ്ലസ്, ഇത് മൈനസ്, ഇത് പ്ലസ് എന്ന് പറഞ്ഞാൽ ഇവിടെയും പോസിറ്റീവാണ്, ഇവിടെയും പോസിറ്റീവാണ്. നമുക്ക് > 0 മീൻസ് പോസിറ്റീവ് എന്നാണ്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് -∞ to -6 യൂണിയൻ 6 to ∞. ഇതാണ് നമ്മുടെ ആൻസർ, ഫൈനൽ ആൻസർ. ഓക്കെ, -∞ തൊട്ട് -6 വരെയും +6 തൊട്ട് +∞ വരെയുള്ള ഇൻ്റർവെല്ലിൽ ഇതെന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ എക്സിൻ്റെ വാല്യൂസുകൾ ഈ രണ്ടിടത്തുനിന്ന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ, ഇവിടെ ചൂസ് ചെയ്യാൻ പാടില്ല എന്നർത്ഥം. -6നും +6നും ഇടയ്ക്കുള്ള നമ്പേഴ്സുകൾ ഇവിടുത്തെ എക്സിന് കൊടുക്കരുത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് നമ്പർ ഓഫ് ട്രയാങ്കിൾസ്. നമുക്കറിയാം ട്രയാങ്കിൾസുകൾ ഫോം ചെയ്യണമെങ്കിൽ എത്ര പോയിന്റ്സ് വേണം മോനെ? 3 പോയിന്റ്സ് വേണം. ഓക്കെ, നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഫോംഡ് യൂസിങ് എത്ര പോയിന്റ്സ്? 12 പോയിന്റ്സ് ആസ് ദ വെർട്ടീസസ്. എന്ന് പറഞ്ഞാൽ നമുക്ക് 12 പോയിന്റ്സുകളെ വെർട്ടീസസ് ആയിട്ട് എടുത്തുകൊണ്ട് ട്രയാങ്കിൾസുകളെ ഫോം ചെയ്യാം. നമുക്ക് 3 പോയിന്റ്സ് മതി. നമുക്കിവിടെ 12 പോയിന്റ്സ് അവൈലബിൾ ആണ്. നമുക്ക് 3 പോയിന്റിനെ മതി ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാം. അപ്പോൾ 12 എണ്ണത്തിൽ നിന്ന് എത്ര ട്രയാങ്കിൾസുകളെ നമുക്ക് ഫോം ചെയ്യാം? ഒരു കണ്ടീഷൻ ഉണ്ട്. ഔട്ട് ഓഫ് വിച്ച് 7 points are lie on a line, collinear. Okay,
കൊളീനിയർ ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് ട്രയാങ്കിൾ ഫോം ചെയ്യത്തില്ല. 3 പോയിന്റ്സുകൾ ഇങ്ങനെ ഒറ്റ ലൈനെ വരച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ട്രയാങ്കിൾ ഫോം ആവും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ എങ്ങനെ, വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ വരുമ്പോൾ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഈസ് ഈക്വൽ ടു എന്നങ്ങോട്ട് എഴുതുമ്പോൾ നമുക്കറിയാം നമ്മുടെ അവൈലബിൾ ആയിട്ട് 12 പോയിന്റ്സ് ഉണ്ട്. ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാൻ 3 പോയിന്റ്സ് വേണം. therefore ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഫ്രം 12 പോയിന്റ്സ് ഈസ് 12c3. ഓക്കെ, ബട്ട് നമുക്കിവിടെ ഒരു പ്രശ്നമുണ്ട്. 7 പോയിന്റ്സുകൾ കൊളീനിയർ ആയതുകൊണ്ട് ഈ 7 പോയിന്റ്സ് വെച്ചുകൊണ്ട് നമുക്ക് ട്രയാങ്കിൾ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അത് കുറയണം. ദാറ്റ് ക്യാൻ ബി 7c3. ദാറ്റ്സ് ഓൾ, തീർന്നു. അപ്പോൾ 12c3 മൈനസ് 7c3, 12c3 ഒക്കെ ചെയ്ത് നോക്കണം. 12 ഇൻറ്റു 11 ഇൻറ്റു 10 ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3. 7c3 7 ഇൻറ്റു 6 ഇൻറ്റു 5 ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3. 2 ഇൻറ്റു 3 6, 6 കൊണ്ട് ഇതിനെ കട്ട് ചെയ്ത് 2 ഇൻറ്റു 11 22, 220. ഓക്കെ, മൈനസ് ഇവിടെ 6 6 35. ആൻസർ ഈസ് 185. ഓക്കെ, 185. ഇവിടെ 1 വരാനുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ 185 ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റൻ ആണ്. എക്സാമിന് വളരെ വളരെ സാധ്യതയുള്ളതാണ്. ഇത് നമ്മുടെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്നുള്ളതായിരുന്നു. നെക്സ്റ്റ്, ഈ ക്വസ്റ്റ്യൻ നമ്മുടെ സെറ്റ് തിയറിക്കുള്ളിൽ നിന്നുള്ളതാണ്. നമുക്ക് മിക്കവാറും കുട്ടികൾ ഇത് പഠിക്കാൻ സാധ്യതയില്ല, പക്ഷേ നമ്മുടെ എൻട്രൻസിനുണ്ടാവും. പഠിച്ചോണം. നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഇൻ ക്യാപിറ്റൽ A ഈസ് ഗിവൻ ടു ബി 43, n ഓഫ് B ഈക്വൽ ടു 51 ആൻഡ് n ഓഫ് A യൂണിയൻ B ഈക്വൽ ടു 75. അങ്ങനെയാണെങ്കിൽ n ഓഫ് A മൈനസ് B യൂണിയൻ B മൈനസ് A, A മൈനസ് B യൂണിയൻ B മൈനസ്, നമുക്ക് ആദ്യം വെൻ ഡയഗ്രത്തിൽ ഇത് എളുപ്പമൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ശ്രദ്ധിച്ചിരിക്കുക. ഇത് A ആണ്, ഇതെന്താണ് B ആണ്. A മൈനസ് ബി യൂണിയൻ B മൈനസ് എ എന്ന് പറഞ്ഞാൽ ഇതാകുമ്പോൾ നമ്മുടെ A മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, B മൈനസ് എ എന്ന് പറഞ്ഞാൽ ഇതുമാണ്. ഈ 2 ഷെയ്ഡിങ് പോർഷനിലുള്ളവരുടെ എണ്ണം എത്ര ആണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിനുള്ള ഫോർമുല എന്താണെന്ന് കേട്ടോ. n ഓഫ് A മൈനസ് ബി യൂണിയൻ B മൈനസ് എ എന്ന് പറഞ്ഞാൽ n ഓഫ് A യൂണിയൻ B മൈനസ് n ഓഫ് A ഇൻ്റർസെക്ഷൻ B. ദിസ് ഈസ് എ ഫോർമുല. എന്ന് പറഞ്ഞാൽ മുഴുവൻ ആൾക്കാരിൽ നിന്നും യൂണിയൻ A യൂണിയൻ B നിന്നും ഈ ഇടയ്ക്കുള്ള ഇൻ്റർസെക്ഷനെ കുറച്ചാൽ അപ്പുറം ഇപ്പുറമുള്ളതിൻ്റെ കിട്ടും. അതാണ്. ഓക്കെ, അപ്പോൾ n ഓഫ് A യൂണിയൻ B മൈനസ് n ഓഫ് A ഇൻ്റർസെക്ഷൻ B, n ഓഫ് A യൂണിയൻ B ഗിവൺ ടു ബി 75. അപ്പോൾ നമുക്കിവിടെ എന്തുണ്ട്? 75 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ n ഓഫ് A ഇൻ്റർസെക്ഷൻ B ഇല്ല, കണ്ടുപിടിക്കണം. n ഓഫ് A ഇൻ്റർസെക്ഷൻ B എന്ന് പറഞ്ഞാൽ n ഓഫ് A പ്ലസ് n ഓഫ് B മൈനസ് n ഓഫ് A യൂണിയൻ B. ഇതാണ് ഫോർമുല. n of A plus n of B minus n of A union B, that is 43 plus 51 minus 75. 43 plus 51 is 94 minus 75. Answer is 19. Okay, അപ്പോൾ നമുക്ക് 94 മൈനസ് 75 19 കിട്ടി എന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്ഷനിലുള്ളവരുടെ എണ്ണം കിട്ടി. ഇവിടെ ഉള്ളവരുടെ എണ്ണം എത്രയാണ്? 19. അപ്പോൾ നമുക്കിത് 19 കുറയ്ക്കുമ്പോൾ ആൻസർ ഈസ് 56. കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? അടിപൊളി ക്വസ്റ്റ്യൻ. സമയം വളരെ കുറച്ച് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ നോക്കണം. ഞാനിപ്പോൾ ഈ പഠിപ്പിക്കുന്നതും നിങ്ങൾ നോക്കണം. വളരെ ഫാസ്റ്റ് എന്നുള്ളതല്ല, എളുപ്പം തീർക്കുന്നുണ്ടോ മനസ്സിലാക്കി നിങ്ങൾ പഠിക്കേണ്ടതും അവിടെയാണ്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ടൈമിനാണ്. എത്രത്തോളം സ്പീഡിൽ എത്രത്തോളം കറക്റ്റായിട്ട് ആൻസർ എത്തുന്നു, അതിനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ മറക്കാവുന്ന ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.